അപ്പോൾ അക്രമത്തിലും ലഹരിക്കുമെതിരെ 24 ചീഫ് എഡിറ്റർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന കേരള യാത്ര കോഴിക്കോട് ജില്ലയിലാണ് പര്യടനം തുടരുന്നത്. പെരിങ്ങളം മിൽമ ആസ്ഥാനത്താണ് യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഓവർ ടു എസ്കെൻ തത്സമയ സംപ്രേഷണം. പ്രസ്ഥാനമായ മിൽമ ഗുണനിലവാരമുള്ള സാധനങ്ങളെ കൊടുക്കുകയുള്ളൂ എന്ന് കേരള ജനതയ്ക്കും ഏത് വാങ്ങിച്ചുപയോഗിക്കുന്ന എല്ലാവർക്കും ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് ക്വാളിറ്റി മെറ്റീരിയൽ കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരുപക്ഷെ SKN സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ അതിന് വ്യക്തത വരും. കുട്ടികൾ ഈ സ്കൂളിൻ്റെ ഇടവേളകളിൽ റോഡ് ക്രോസ് ചെയ്ത് പല കടകളിലും പോയി മേടിക്കുന്ന സാധനങ്ങളിലൂടെയാണ് ഈ ലഹരിയുടെ ഉപയോഗം ചെറുതായിട്ടെങ്കിലും കുഞ്ഞുങ്ങളിലേക്ക് പടരുന്നത് എന്ന് നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടതാണ്. അപ്പോൾ അവരെ സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് പുറത്ത് വിടാതെ തടഞ്ഞു നിർത്തുക, അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ സ്കൂളിലെ മിൽമ പ്രോഡക്റ്റ് തന്നെ കിട്ടുക. മൂന്നാമത്തെ ഒരു ഇതിൻ്റെ പ്രധാനപ്പെട്ട ദോഷം, ലഹരി പോലെ തന്നെ കുട്ടികൾ കുറഞ്ഞ സമയ ഇൻ്റർവെല്ലിൽ അവർ സ്കൂളിൻ്റെ മിക്കവാറും സ്കൂളുകളിൽ റോഡ് ക്രോസ് ചെയ്തിട്ടായിരിക്കും അപ്പുറത്തെ കടകൾ, അതിലേക്ക് ക്രോസ് ചെയ്ത് പോകാനുണ്ടാകുന്ന സമയത്തുള്ള അപകട സാധ്യതകൾ. കാരണം ഇപ്പോൾ കേരളത്തിലെ റോഡുകളെല്ലാം വളരെ മിനുസമായി ഏറ്റവും നല്ല റോഡുകളുള്ളത് വാഹനങ്ങളുടെ വേഗത കൂടാനും അത് അപകട സാധ്യത വളരെ കൂടുതലുള്ളതുകൊണ്ട് അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അപ്പോൾ നമ്മളൊരു 2-3 വർഷങ്ങളായി നമ്മൾ സ്കൂളിനകത്ത് തന്നെ ഒരു മിൽമയുടെ കിയോസ്ക് തുടങ്ങി അവിടെ മിൽമയുടെ ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന വിധത്തിൽ പ്ലാൻ ചെയ്ത് പോകുന്നുണ്ട്. ഏതായാലും SKNും കേരള സർക്കാരും ഏറ്റെടുത്ത ഈ വലിയ ദൗത്യത്തിന് ക്ഷീരകർഷകരുടെ പ്രസ്ഥാനമായ മിൽമയുടെയും പിന്തുണയും സഹകരണവും നമ്മൾ ഉറപ്പു നൽകുകയാണ്. താങ്ക് യു ചെയർമാൻ ശ്രീ KS മണി, അതുപോലെ MD KC ജെയിംസ്, മറ്റുള്ള പ്രിയപ്പെട്ട മിൽമ സഹപ്രവർത്തകരെ. നിങ്ങളോട് ഒരു കാര്യം പറയാൻ എനിക്ക് യാതൊരു വിഷമവുമില്ല. ഞാൻ മിൽമയുടെ ഒരു ആരാധകനാണ്. ഒരുപാട് കേരളത്തിലെ പാലുൽപാദകരും സ്വകാര്യ സംരംഭകരും ഒക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. എന്നാലും മിൽമയുടെ ത്രാസ് ഒന്ന് പൊങ്ങി തന്നെ എപ്പോഴും നിൽക്കുന്നു എന്നുള്ളത് മലയാളികൾ, കേരളീയർ ഈ മിൽമയിൽ അർപ്പിച്ചിരിക്കുന്ന വിശ്വാസമാണ്. ഒരു കാര്യം കൂടി കേട്ടപ്പോൾ എനിക്ക് വലിയ അഭിമാനം തോന്നി. ചെയർമാൻ്റെ ഒരു പരിഷ്കാരം എന്തായിരിക്കുമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, കോവിഡ് കാലത്ത് നട്ടം തിരിഞ്ഞ പാലുൽപാദകർക്ക്, നമ്മുടെ പാവപ്പെട്ട കർഷകർക്ക് ഈ ഉൽപ്പാദിപ്പിച്ച പാല് മുഴുവൻ വിലക്കെടുത്ത് മിൽമ 60 കോടിയോളം 50 കോടിയോളം നഷ്ടം സഹിച്ച് പാല് വിതരണം ചെയ്യാത്ത സാഹചര്യം കോവിഡിൽ ഉണ്ടായിട്ട് പോലും കർഷകർ ഉണ്ടാക്കിയ പാല് മൊത്തം എടുക്കാൻ മിൽമ തയ്യാറായി. ദാറ്റ് ഇസ് എ ഗ്രേറ്റ് ഡിസിഷൻ. അത് സാധാരണഗതിയിൽ ഒരു സംരംഭകന്റെ വ്യൂ പോയിന്റ് ആലോചിച്ചാൽ നഷ്ടത്തിന്റെ കണക്ക് കൂട്ടാൻ ആരും താല്പര്യപ്പെടില്ലല്ലോ. പിന്നെ അദ്ദേഹം മറ്റു ഒരു കാര്യം, അദ്ദേഹത്തിന്റെ നേതൃത്വത്തെക്കുറിച്ച് എനിക്കൊരു മാധ്യമപ്രവർത്തനം ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് അടുത്ത് പരിചയപ്പെടാൻ അങ്ങനെ കൂടുതൽ അവസരങ്ങൾ കിട്ടിയിട്ടില്ല എങ്കിൽ പോലും ഒരുപക്ഷെ നിങ്ങളെല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ച് മിൽമ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംരംഭമായി മാറിയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ഒരുപക്ഷെ 2-3 അല്ലെ സംരംഭകരിൽ ഒരാൾ മിൽമ തന്നെയായിരിക്കും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഡോക്ടർ വർഗീസ് കുര്യൻ നടത്തിയ മിൽമ പാൽ വിപ്ലവം പോലെ കേരളത്തിലും ഇങ്ങനെ മിൽമ ഒരു വിപ്ലവം നടത്തുന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം അഭിമാനത്തിന്റെ കാര്യമാണ്. മാത്രമല്ല, ഞാൻ അദ്ദേഹത്തിൽ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ വാട്സപ്പിൽ അദ്ദേഹത്തിന് ഒരു വോയിസ് മെസ്സേജ് അയച്ചത് മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെ ഒരു യാത്രയിലായിരിക്കും, എൻ്റെ 40 വർഷം ഒരു കരിയർ തികയുന്ന വേളയിൽ അങ്ങുകൂടി ഇതിൽ സഹകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ സമയത്തിന് അദ്ദേഹം മറുപടി അയച്ചു, മിൽമ കൂടെ ഉണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്തായാലും മിൽമ പോലെ ഒരു സംരംഭം, പ്രത്യേകിച്ച് നമ്മുടെ ജനങ്ങൾ അത്യാവശ്യം രാവിലെ ചായയും കോഫിയും കഴിച്ച് വളർന്ന മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ കണികണ്ടുണരുന്ന ഒരു നന്മയായിട്ട് ഇപ്പോഴും തുടരുന്ന ഈ മിൽമ, അതിൻ്റെ ജൈത്രയാത്ര തുടരുന്നു എന്നുള്ളതിൽ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇതിൻ്റെ MDയെയും ഇതിൻ്റെ ചെയർമാനെയും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. എന്തായാലും നല്ല ലീഡർഷിപ്പാണ് എപ്പോഴും നല്ല ക്വാളിറ്റിയുള്ള സ്ഥാപനത്തെ ഉണ്ടാക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. അത് മിൽമ എത്രയോ കാലമായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. താങ്ക് യു ചെയർമാൻ, ആൻഡ് താങ്ക് യു MD, ആൻഡ് താങ്ക് യു CGM. അത് മറ്റൊരു കാര്യം, ഇനി ഞാൻ എൻ്റെ യാത്രയെക്കുറിച്ച് പറയണമല്ലോ. ഇപ്പം നമ്മളിപ്പം മിൽമ തന്നെ 40 കൊല്ലം പാലിൽ വിതരണം നടത്തിയാൽ മിൽമയ്ക്ക് 40 കൊല്ലമാവും. അതുപോലെ തന്നെയാണ് എൻ്റെ ജീവിതത്തിലും ഒരു ജോലി ഞാൻ ചെയ്തു, അത് മാധ്യമപ്രവർത്തനമാണ്, അത് 40 കൊല്ലമായി. അതിന് ഞാൻ വലിയ പ്രസക്തി കാണിക്കുന്നില്ല. അതേസമയം എൻ്റെ കൂടെ നടക്കുന്ന ഹാഷ്മി താജ് ഇബ്രാഹിം ഇടയ്ക്കിടയ്ക്ക് എന്നെ അത് ഓർപ്പിക്കും, അതത്ര ചെറിയ കാര്യമല്ല എന്ന് ഹാഷ്മി പറയും. പക്ഷെ ഞാനത് അത്ര വലിയ കാര്യമായിട്ട് കാണുന്നതുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ആലോചിച്ചപ്പോൾ, ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾക്കറിയാം, നല്ല AC റൂമിലൊക്കെ ഇരുന്ന് ഞങ്ങൾ അത്യാവശ്യം വാർത്ത വായിച്ച് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നവരാണ്. പക്ഷെ ഞങ്ങൾ നോക്കുമ്പോൾ ഓരോ ദിവസവും ഈ വാർത്താ മുറിയിലേക്ക് വരുന്ന കൊലപാതകങ്ങളുടെ എണ്ണം വളരെ കൂടുകയാണ്. അതും ചെറിയ കുട്ടികൾ. അത് നമുക്ക് ചില വാർത്തകളൊന്നും വായിക്കാൻ പറ്റാത്ത. ഒരു തവണ ഞാൻ ഈ ആഷ്മിയുടെ വായിക്കേറി പൊത്തി. കാര്യം ആഷ്മി വായിക്കാൻ തുടങ്ങിയ വാർത്ത അമ്മയെ മകൻ പീഡിപ്പിച്ചു എന്നാണ്.
ഞാൻ പറഞ്ഞു ഇത് മലയാളി കേട്ടാൽ അമ്പരന്ന് പോകില്ലേ എന്ന് ചോദിച്ചു. കാര്യം മലയാളിയുടെ മാനസിക അവസ്ഥ തകർന്നു പോകുന്ന രീതിയിൽ ഉള്ള വാർത്തകൾ വരും. അപ്പൊ നമ്മൾ ഈ വാർത്ത വായിക്കുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ എനിക്കും ആഷ്മിക്കും ഗോപികൃഷ്ണനും അതുപോലെ നമ്മുടെ വാർത്ത വായിക്കുന്ന ദീപക്കിനും ഒക്കെ ഈ ക്യാമറയ്ക്ക് താഴെ ഒരു പ്രോംപ്റ്റർ ഉണ്ടാവും. ആ പ്രോംപ്റ്ററിൽ നമ്മൾ വായിച്ച് പഠിച്ച വാർത്തയായിരിക്കല്ലോ വരുന്നത്. കാര്യം വാർത്തകൾ ഇങ്ങനെ വരുന്ന സമയത്ത് ലൈവായിട്ടൊരു വാർത്ത വരും. അപ്പൊ നമ്മളിങ്ങനെ വായിച്ചു തുടങ്ങും. ഇങ്ങനെ കടുവ കുളത്ത് ഇങ്ങനെ മകൻ, ബാക്കി നമ്മൾ വായിച്ചേ പറ്റൂ. നമുക്ക് ഇഷ്ടമല്ലെങ്കിലും ആണെങ്കിലും ഈ സാധനം നമ്മൾ വായിച്ചു തീർക്കും. അപ്പോഴാണ് ഞാൻ ആഷ്മിയുടെ വായിക്കറി പൊത്തിയത്, വായിക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് കേൾക്കാൻ അറച്ചു പോകുന്ന വാർത്തകൾ, കൊലപാതകങ്ങൾ, കുട്ടി അമ്മയെ കൊലപ്പെടുത്തുന്നു, അതുപോലെ തന്നെ ഒരമ്മ പറയുന്നു അവൻ എന്നെ ഒരു അമ്മയായിട്ടല്ല കാണുന്നു, എന്നെ ഒരു സ്ത്രീയായിട്ട് കാണുന്നു, 12 വയസ്സ് ഉള്ള മകനെ കൂടെ കിടത്തി ഉറക്കാൻ അമ്മ ഭയപ്പെടുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാവുക. അതുപോലെ ടീച്ചേഴ്സ്, വടകരയുള്ള ഒരു അധ്യാപിക പറയുന്നു സാരി ഉടുത്ത് ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ല, വൃത്തികെട്ട കമന്റുകൾ കുട്ടികൾ പറയുന്നു, അതുകൊണ്ട് അവർ ചുരിദാറാക്കി എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്നു. മാത്രമല്ല ഒരു ദിവസം 2 മണിക്കൂറിനിടയിൽ മോർണിംഗ് ഷോയിൽ ഇതും നിങ്ങൾ മിൽമ പാലൊക്കെ ഉപയോഗിച്ച് രാവിലെ ചായ ഉണ്ടാക്കുന്ന സമയത്ത് അടുക്കളയിലെ അമ്മമാരൊക്കെ തകൃതിയായിട്ട് പണിയെടുക്കുന്ന നേരത്താണ് ഞാൻ ഈ പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കുന്നത്. അവിടെ 14 കൊലപാതകങ്ങൾ 2 മണിക്കൂറിനിടയിൽ വായിച്ച് തീർത്ത ഒരു ദിവസമാണ് ഇങ്ങനൊരു യാത്ര കേരളത്തിൽ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചത്. എനിക്ക് തോന്നി കേരളത്തിന്റെ സൈക്കിന്, നമ്മുടെ മനസ്സിന് എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. 12 ജില്ലകൾ അക്രമത്തിനും ലഹരിക്കുമെതിരെ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന കേരള യാത്ര കോഴിക്കോട് ജില്ലയിലാണ് ഇപ്പോൾ പര്യടനം തുടരുന്നത്.